അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. ISMന്റെ ഇൻസ്പയറിന്റെ കീഴിൽ എല്ലാ മാസവും നടന്നു വരുന്ന പ്രൊഫഷണൽസിനുള്ള സെഷനിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാഹ് നമ്മൾ തിരക്കിനിടയിലും ഇങ്ങനെ സമയം കണ്ടെത്തുന്നു എന്നുള്ളത് വലിയൊരു ഹയറാണ്. വ്യത്യസ്തമായ നമ്മളെ ഈ സുഹൃത്ത് നൗഫൽ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ഒരു ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു വേൾഡിലാണ്. അപ്പോൾ ആ കോമ്പറ്റേറ്റീവ് വേൾഡിൽ പിന്നെ ഒരു ആരാണ് ഈ റേസിൽ വിൻ ചെയ്യുക എന്നുള്ള രൂപത്തിൽ നമ്മളെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതെ. അപ്പോൾ ആ ഓട്ടത്തിനിടയിൽ നമ്മൾ ചിലപ്പോൾ പലതും മറന്നു പോകുന്നുണ്ട്, പലതും നമുക്ക് മിസ്സാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓടാൻ നമ്മളുടെ മേലൊരു ഒരു സോഷ്യൽ പ്രഷർ ഈ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിലുണ്ട്. കാരണം നമുക്ക് അങ്ങനെ എവിടെയും നമുക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഓട്ടം നമുക്ക് ആവശ്യമാണ്. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് ഈ ഓട്ടത്തിനിടയിൽ. അതിൻ്റെയൊക്കെ കൂടെ തന്നെ നമ്മൾ ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ ആ കുടുംബത്തിൽ നമ്മളുടെ ഒരു ആ ഇണയോടൊത്തുള്ള ഒരു വൈകാരിക ബന്ധം, ആ ബന്ധവും ഈ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ നമ്മളുടെ റേസിൻ്റെ ഇടയിൽ നിലനിർത്തൽ വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന പല സംഗതികളുണ്ടാവും. അതിലൊന്നാണ് ഈ ഇണയുമായിട്ടുള്ളൊരു ബന്ധം എന്നുള്ളത്. പ്രത്യേകിച്ച് പ്രൊഫഷണൽസിനിടയിൽ ഇന്ന് കൂടുതലും രണ്ടുപേരും വർക്കിംഗ് ആണ്. അപ്പോൾ രണ്ടുപേരും വർക്കിംഗ് ആവുമ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫിസിക്കൽ പ്രോക്സിമിറ്റി അല്ലെങ്കിൽ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു കണക്ഷൻസ് എല്ലാം കുറഞ്ഞു വരുന്ന സാഹചര്യങ്ങളും കൂടി വർദ്ധിച്ചു വരുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇമോഷണലി കണക്റ്റായി നിന്നാൽ നമുക്ക് ആ ഇൻറ്റിമസി ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളാരും തന്നെ ഡൈവേഴ്സ് ആകാൻ വേണ്ടി വിവാഹം കഴിക്കുന്നവരല്ല. ആരും ഡൈവേഴ്സ് ആകാൻ വേണ്ടി വിവാഹം കഴിക്കുന്നവരല്ല. വിവാഹം ജീവിതം എന്നും നിലനിൽക്കണം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമ്മളെല്ലാവരും വിവാഹം കഴിക്കണം. പക്ഷെ ഇന്ന് കാണുന്ന വിവാഹങ്ങളുടെ ഒരു പ്രശ്നം, നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളെല്ലാവരും വെഡ്ഡിങ്ങിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യും. പക്ഷേ മാരേജിന് വേണ്ടി ആരും തീരെ പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് കാണാറില്ല. അപ്പോൾ വെഡ്ഡിങ് ഒരു 6 അവർ ഇവൻ്റാണ്. പക്ഷെ മാരേജ് എന്നുള്ള ഒരു ലൈഫ് ടൈം ഇവൻ്റാണ്. ആളുകൾ ഒരുപാട് തൗസൻഡ്സ് ഓഫ് റുപ്പീസ് അല്ലെങ്കിൽ 10,000 റുപ്പീസ് അല്ലെങ്കിൽ ലാക്സ് ഓഫ് റുപ്പീസ് എല്ലാം വെഡ്ഡിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. അറൗണ്ട് കപ്പിൾ ഓഫ് മന്ത്സ് നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യും. അതൊക്കെ ഒരു സിംഗിൾ ഡേ ഒക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ മാരേജ് എന്നുള്ളത് ആ ഡേ കഴിഞ്ഞത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പം അതിലേക്ക് നമ്മൾ എത്ര പണം സ്പെൻഡ് ചെയ്തു, എത്ര സമയം നമ്മൾ പ്രിപ്പയർ ചെയ്തു എന്നൊക്കെ ചോദിച്ചാൽ അത് എല്ലാവരുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. സാധാരണ പറയാറുണ്ട് നമ്മൾ ഈ പ്രീ മാരിറ്റൽ സെഷൻസ് ഒക്കെ എടുക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഭയങ്കര ചർച്ചയായിക്കൊണ്ട് ഇരിക്കുന്ന വിഷയമാണ് വിവാഹത്തിന്. ഇപ്പോൾ ചാനലിലൊക്കെ വളരെ ചർച്ചയാണ്. വിവാഹത്തിന് പിന്നെ ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണോ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് ആവശ്യമാണോ എന്നെല്ലാം ചാനൽ ചർച്ചകളിൽ ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ട്. ഈ പിന്നെ പ്രീ മാരിറ്റൽ കോഴ്സിനെ കുറിച്ച് സാധാരണ പറയാറ് തന്നെ പ്രീ മാരിറ്റൽ കോഴ്സ് ഡൈവേഴ്സിനെതിരെയുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയാണെന്നാണ് പറയാറ്. പ്രീ മാരിറ്റൽ കോഴ്സ് ഒരു ഡൈവേഴ്സ് നടക്കാൻ സാധ്യത ഉള്ളതിനെതിരെയുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും നിലക്ക് നന്നായി പ്രിപ്പയർ ആകണം എന്നുള്ളതാണ്. കാരണം ഇത് രണ്ടും രണ്ട് ജെൻഡറാണ്, രണ്ട് ജെൻഡറുകൾ തമ്മിൽ ഒന്നിക്കുകയാണ്. രണ്ടാളും രണ്ട് ഡിഫറൻറ്റ് സാഹചര്യത്തിൽ വളർന്നവരാണ്, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കുകയാണ്. ഈ രൂപത്തിലാണ് പിന്നെ നമ്മൾ രണ്ട് കുടുംബം ഒന്നിച്ച് രണ്ട് കുടുംബത്തിലെ രണ്ട് പേര് തമ്മിൽ ഒന്നിച്ച് കൊണ്ടൊരു പുതിയ കുടുംബ യൂണിറ്റ് ആരംഭിക്കുകയാണ്.
അപ്പൊ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ രണ്ട് പേരും തമ്മിലുള്ള ഒരു ഒരു ശക്തമായ ഒരു മാഗ്നറ്റിക് കണക്ഷൻ, ഒരു ഒരു ഗ്ലൂ, രണ്ടു പേർക്കും ഇടയിൽ ഒരു ഗ്ലൂ നന്നായിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ അത് പലപ്പോഴും അതിനെക്കുറിച്ചുള്ള ഒരു ധാരണക്കുറവും, ഇത് എങ്ങനെയാണ് ഈ ഡൈനാമിക്സ്, ഈ കപ്പിൾ ഡൈനാമിക്സ് എങ്ങനെ വർക്ക് ചെയ്യണു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണക്കുറവും, പ്രത്യേകിച്ച് നമ്മളുടെ ബിസി ലൈഫും കൂടി ആകുമ്പോൾ നമ്മളിൽ നിന്ന് ഇത് പലപ്പോഴും വിട്ടു പോകുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. അപ്പൊ നമ്മള് പിന്നെ അതിന്റെ ചില വശങ്ങൾ, ഈ കപ്പിൾ ഡൈനാമിക്സിന്റെ ചില വശങ്ങളാണ് നമ്മൾ ഇന്ന് കുറഞ്ഞ സമയം സംസാരിക്കുന്നത്. എന്തേലും നമുക്ക് എന്തേലും പിന്നെ ചർച്ച ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാം ഇൻഷാ അള്ളാ. ഇപ്പോൾ ഗാരി ചാപ്മാൻ എന്ന് പറഞ്ഞ ഒരു പ്രീമാരിറ്റൽ ഒരു എക്സ്പേർട്ടായി, അല്ല ഒരു മാരിറ്റൽ കൗൺസിലിംഗ് സൈക്കോളജിയിലേക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുണ്ട്, ഗാരി ചാപ്മാൻ. ഗാരി ചാപ്മാൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് ബുക്കാണ് 5 ലാംഗ്വേജസ് ഓഫ് ലവ് എന്നുള്ള പുസ്തകം. സ്നേഹത്തിൻ്റെ 5 ഭാഷകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്, കപ്പിൾസിനൊക്കെ വായിക്കാൻ പറ്റിയ പുസ്തകമാണ്. അപ്പൊ ഈ ഗാരി ചാപ്മാൻ്റെ വേറൊരു പുസ്തകമാണ് തിങ്സ് ഐ വിഷ് ഐ ഹാഡ് നോൺ ബിഫോർ വി ഗോട്ട് മാരീഡ്. പക്ഷെ വലിയ പേരാണ്. അതായത് അതിൻ്റെ പേരിങ്ങനെയാണ്: വിവാഹത്തിന് മുമ്പ് എനിക്കറിയാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഞാൻ വിവാഹത്തിന് മുമ്പേ എനിക്കിത് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നാണ് ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ തന്നെ. ഈ പുസ്തകത്തിൽ ഇദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്നേഹത്തിന് 2 ഘട്ടങ്ങളുണ്ട് എന്നുള്ളതാണ്. അതായത് റൊമാൻറ്റിക് ലവ് ആയിട്ടുള്ള സ്നേഹത്തിന് 2 ഘട്ടങ്ങളുണ്ട്. അതിൻ്റെ ആദ്യ ഘട്ടത്തിന് പ്രത്യേകിച്ച് ഒരു എഫേർട്ടൊന്നും ആവശ്യമില്ല, ആദ്യത്തെ ഘട്ടം. പക്ഷെ രണ്ടാമത്തെ ഘട്ടം അത് നിലനിൽക്കണമെങ്കിൽ നല്ല എഫേർട്ട് ആവശ്യമാണ്. ഇപ്പൊ ഈ ആദ്യ ഘട്ടം എന്നുള്ളത് അതൊരു ഓട്ടോമാറ്റിക്കലി നടന്നു പോകുന്ന ഒരു പ്രോസസ്സാണ്. രണ്ടാമത്തെ ഘട്ടം എന്നുള്ളത് നമ്മൾ എന്തെങ്കിലും ഒരു എഫേർട്ട് എടുത്ത് നമ്മൾ വളരെ കോൺഷ്യസ്ലി വർക്ക് ചെയ്താൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒന്നാണ് രണ്ടാമത്തെ ഘട്ടം എന്നുള്ളത്. അദ്ദേഹം അതിനെക്കുറിച്ച് കുറെ പറയുന്നുണ്ട്. ഈ ആദ്യത്തെ ഘട്ടത്തിനെ നമ്മൾ പൊതുവെ നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ യൂണിവേഴ്സലി നമ്മൾ വിളിക്കുന്ന പേരാണ് ഹണിമൂൺ എന്നുള്ള പേര്, ഹണിമൂൺ സ്റ്റേജ്. ആ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകൾ, ശരാശരി ഒരു 2 കൊല്ലം വരെയൊക്കെ പരമാവധി ഒക്കെ നിലനിൽക്കുന്ന ഒരു സ്റ്റേജാണ് ഈ ഹണിമൂൺ സ്റ്റേജ്. ഈ ഹണിമൂൺ സ്റ്റേജിൽ ഇൻറ്റിമസിക്ക് നമ്മൾ പ്രത്യേകിച്ച് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മളെ ബയോളജിക്കലി ആയിട്ടുള്ള പ്രോസസ്സ്, നമ്മളുടെ ഹോർമോണൽ ആയിട്ടുള്ള പ്രോസസ്സുകളെല്ലാം നമ്മളെ വളരെ പിന്നെ കണക്റ്റഡ് ആക്കി നിർത്തും എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മളിൽ വർക്ക് ചെയ്യുന്ന ഹോർമോൺ ഡോപ്പമിൻ ആണ്. ഡോപ്പമിൻ വളരെ ഹൈ ആയിട്ട് വർക്ക് ചെയ്യും. അതിൽ പലരും ഡോക്ടേഴ്സ് ഉണ്ടാവും, പിന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവും ഡോപ്പമിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഹൈ പ്ലഷർ ഫീൽ കിട്ടും. നമ്മൾ പിന്നെ ഒരു മൂവി കാണുന്ന പോലെ, ഒരു ജങ്ക് ഫുഡ് കഴിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കുന്നത് പോലെയൊക്കെ നമുക്ക് വളരെ ഒരു ഹൈ ലെവൽ ഓഫ് പ്ലഷർ ഫീൽ തരുന്ന ഒരു സാധനം. പക്ഷെ ഏതൊരു സാധനം, ഡോപ്പമിൻ തരുന്ന ഏതൊരു സാധനം ഒരു അതിൻ്റെ പ്ലഷർ, സന്തോഷം എന്നുള്ളത് ലോങ് ടേമിലേക്ക് നിലനിൽക്കില്ല, വളരെ ഷോർട്ട് ടേം ആയിരിക്കും. അപ്പോൾ ആ സാധനം ഫെയ്ഡ് ആവുന്നതോടുകൂടി, എന്തൊന്നിനാണോ നമ്മൾ ഇത് അനുഭവിക്കുന്നത് അത് ഫെയ്ഡ് ആവുന്നതോടുകൂടി ആ ഒരു രസവും ഫെയ്ഡ് ആവും. അപ്പോൾ നമ്മളൊരു ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഒരു അട്രാക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ്, ഒരു റൊമാൻറ്റിക് ലവിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എപ്പോഴും ഒരു ഡോപ്പമിൻ തരുന്ന ഒരു പ്ലഷറിലുള്ള അട്രാക്ഷനാണ്. ഇത് സത്യത്തിൽ ഇത് തന്നെയാണ് എന്ത്, 2 പേര് പ്രണയിക്കുമ്പോഴും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ വിവാഹത്തിലൂടെ ഒന്നല്ലാതെ 2 പേര് പ്രണയിക്കുമ്പോഴും അവിടെ ആദ്യത്തെ സ്റ്റേജ് എന്നുള്ളത് നമ്മൾ പിന്നെ ഈ സ്നേഹത്തിൻ്റെ ഒരു കെമിസ്ട്രി പറയുമ്പോൾ അതിൽ ഫസ്റ്റ് ലെസ്റ്റ് കഴിഞ്ഞ് ഒരു അട്രാക്ഷൻ എന്നുള്ള സ്റ്റേജ് ഉണ്ട്. ശരിക്കും ആ അട്രാക്ഷൻ സ്റ്റേജാണ് നമ്മൾ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യ നാളുകളിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മളൊരു പ്രണയിക്കുന്നവരെ പോലെ വളരെ അട്രാക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു സ്റ്റേജാണ്, ഹൈ ഡോപ്പമിൻ ഉള്ള ഒരു സ്റ്റേജാണ്. അപ്പോൾ ഈ സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ പരസ്പരം ഭയങ്കര അടുപ്പായിരിക്കും, പിന്നെ ഒരു നെഗറ്റീവും പരസ്പരം കാണില്ല. ദിസ് ഈസ് ദ പെർഫെക്റ്റ് മാച്ച് ഫോർ മീ, ആ ഒരു തോട്ടിലായിരിക്കും നമ്മളുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളാണ്, ഇതന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പെർഫെക്റ്റ് ആയ ആള് എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ച് തമ്മിൽ പരസ്പരം ഒരു ദേഷ്യപ്പെടാതെ എന്ത് തെറ്റുണ്ടെങ്കിലും അതിനൊക്കെ വളരെ അക്സെപ്റ്റബിളായി വളരെ രസത്തിൽ കാണുന്ന, ഒരുപാട് യാത്ര ചെയ്യുന്ന, ഒരുപാട് ഒരുമിച്ചിരുന്ന് സമയം സ്പെൻഡ് ചെയ്യുന്ന, ഒരുപാട് ഫിസിക്കൽ ടച്ച് നടക്കുന്ന, ഒരുപാട് ഫിസിക്കൽ ഇൻറ്റിമസി, സെക്ഷൽ ഇൻറ്റിമസി നടക്കുന്ന, സെക്ഷൽ ഫ്രീക്വൻസി നന്നായി നടക്കുന്ന ഒരു സ്റ്റേജാണ് ഹണിമൂൺ സ്റ്റേജ് എന്നുള്ളത്. ഈ സമയത്ത് നമ്മൾ പിന്നെ ഇൻറ്റിമസി, ഈ മെയ്റ്റിംഗ് സൈക്കോളജിയിൽ PDA എന്ന് പറയും, ഫിസിക്കൽ പിന്നെ
എന്താ പറയാ, ഫിസിക്കൽ, നമ്മൾ ഈ എന്ത് പറയുക, നമ്മൾ ഈ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫെക്ഷൻ, PDA എന്ന് പറയും. അഥവാ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫെക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ തമ്മിൽ കൈ കോർത്ത് പിടിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കും, അല്ലെങ്കിൽ ഒരാളെ കൈയിൻ്റെ ഉള്ളിലൂടെ മറ്റേ ആളെ കൈയിട്ട് നടക്കും. ഇതൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് കാണാൻ കഴിയുക ഈ ഹണിമൂൺ സ്റ്റേജിലാണ്. അപ്പൊ ഈ ഹണിമൂൺ സ്റ്റേജിൽ, ശരിക്കും ഹണിമൂൺ സ്റ്റേജിലെ നമ്മൾ രണ്ടുപേരും, ആ രണ്ട് ഇണകൾ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇണകൾ തമ്മിലുള്ള ഈ ഡൈനാമിക്സിനെ സത്യത്തിൽ നമ്മൾ ആ സമയത്ത് ആരും ഒബ്സേർവ് ചെയ്യാത്തതുകൊണ്ടാണ്. ആ സമയത്ത് നമ്മൾ ഒബ്സേർവ് ചെയ്താൽ ശരിക്കും മനസ്സിലാവും നമ്മൾ നന്നായി ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടാവും. ഫ്ലേർട്ടിങ് കപ്പിൾ ലൈഫിൽ വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ്, നമ്മളെ ഗ്ലൂ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നന്നായി ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടാവും, നമ്മൾ നന്നായി ടച്ച് ചെയ്യുന്നുണ്ടാവും, നമ്മൾ പിന്നെ രണ്ടാളും നന്നായി കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടാവും, പിന്നെ ദേഷ്യം കുറവായിരിക്കും. ഇതൊക്കെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇത് സംതിങ് ലൈക്ക് ഓട്ടോമാറ്റിക്. ഇപ്പൊ ഒരു കാറ് ഒരു ഓട്ടോമാറ്റിക് ഗിയറിൽ പോകുമ്പോൾ നമ്മൾ ഗിയർ മാറ്റേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ പോയിക്കോളും. പക്ഷെ ആ പിന്നെ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു മാനുവൽ ഗിയറുള്ള കാറിലേക്ക് മാറുന്ന പോലെയാണ്. പിന്നെ നമ്മൾ മാറ്റിയാൽ തന്നെ ഈ വണ്ടി മുന്നോട്ട് പോകുള്ളൂ. നിങ്ങൾ നോക്ക്, ഇത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് സ്റ്റേജ് എന്ന് വെച്ചാൽ അത് ഒരു ലോങ് ടേം ലവ് ആണ്. പക്ഷെ ഇതിന്റെ ഈ പലപ്പോഴും ഈ ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പോൾ നമുക്കൊരു എംപ്റ്റിനെസ് ഫീൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഇത് ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെയാണോ, എനിക്ക് പറ്റിയ ആൾ തന്നെയാണോ, ഞാൻ ഇങ്ങനെ ഒരാളെ അല്ലല്ലോ ഉദ്ദേശിച്ചത് എന്നൊക്കെ ഈ ഒരു ഹണിമൂൺ സ്റ്റേജ് കഴിയുന്ന സമയത്ത് പലപ്പോഴും തോന്നാൻ സാധ്യത ഉണ്ട്, നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ. വൺസ് നമ്മൾ നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതൊരു ലോങ് ടേം ലവ് ആണ്. നിങ്ങൾ ഖുറാനിൽ നോക്കുക, ഖുറാനിൽ സൂറത്ത് റൂമിലെ 21-ാമത്തെ ആയത്ത്, വമിൻ ആയാത്തിഹി അൻ ഖലഖലഹും മിൻ അൻഫുസിക്കും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. ഈ ആയത്ത് വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. വമിൻ ആയാത്തിഹി, ഈ ആയത്തിനെ പരിശുദ്ധ ഖുർആനിൽ പൊസിഷൻ ചെയ്ത് തന്നെ വളരെ ഒരു രസകരമായ ഒരു സ്ഥലത്താണ്. രസകരം എന്ന് വെച്ചാൽ സൂറത്ത് റൂമില് 30-ാമത്തെ അധ്യായത്തിലെ 19 മുതൽ 25 വരെയുള്ള വചനങ്ങളിൽ ഏകദേശം 6ഓളം ആയത്തുകൾ. ഈ 6 ആയത്തുകളും തുടങ്ങുന്നത് വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞിട്ടാണ്. വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞിട്ട, അഥവാ അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 6 ആയത്തിലും പറയുന്നത് പ്രപഞ്ചത്തിലെ മഹാവിസ്മയങ്ങളെ കുറിച്ചാണ്. പ്രപഞ്ചത്തിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പ്രതിഭാസങ്ങളെ കുറിച്ചാണ് ഈ 6 ആയത്തിലും പറയുന്നത്. അപ്പൊ അതിലിങ്ങനെ പറയുന്നത് കാണാം, വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞിട്ട് ആകാശത്ത് നിന്ന് മഴ ചൊരിഞ്ഞ് തന്നവൻ അത് അല്ലാഹുവാണ്, ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. വമിൻ ആയാത്തിഹി, രാവും പകലും മാറി മാറി വരുന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. പിന്നെ ഭൂമി, പിന്നെ ഇടിമിന്നലുകൾ ഉണ്ടാകുന്നത് പിന്നെ അവന്റെ ദൃഷ്ടാന്തങ്ങൾ. ഇങ്ങനെ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെ വിസ്മയിപ്പിക്കുന്ന സംഗതികളൊക്കെ പറയുന്നതിന്റെ ഇടയിൽ അല്ല പറയാണ് വമിൻ ആയാത്തിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണയെ തന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. എന്നിട്ട് പറയാ ലിതസ്കുനു ഇലൈഹി, എന്തിനാണ്? നിങ്ങൾ തമ്മിൽ സമാധാനം അടയാൻ വേണ്ടി. വജഅല ബൈനക്കും, അതിനു വേണ്ടി നിങ്ങൾക്കിടയിൽ അവൻ ഉണ്ടാക്കി മവദ്ദതൻ റഹ്മ, മവദ്ദയും റഹ്മയും ഉണ്ടാക്കി. ഈ മവദ്ദയും റഹ്മയും 2 സ്നേഹങ്ങളാണ്, സ്നേഹത്തിന്റെ രണ്ട് ഘട്ടങ്ങൾ എന്ന് പറയാം. ഇപ്പൊ തഫ്സീറുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മവദ്ദയെ കുറിച്ച് മുഫസ്സിറുകളൊക്കെ പറയുന്നത് മവദ്ദ പാഷനേറ്റ് ലവ് ആണ്, റഹ്മ കമ്പാഷനേറ്റ് ലവ് ആണ്. മവദ്ദ എന്നുള്ളത് അട്രാക്ഷൻ ആണ്, ഫിസിക്കൽ അട്രാക്ഷന്റെ ഒരു സ്റ്റേജ് ആണ്. റഹ്മ എന്നുള്ളത് 2 സോളുകൾ തമ്മിലുള്ള അട്രാക്ഷന്റെ ഒരു സ്റ്റേജ് ആണ്. മവദ്ദ കുറച്ചു കാലം നിലനിൽക്കും, പിന്നെ റഹ്മയാണ് സ്റ്റാർട്ട് ചെയ്യുക. മവദ്ദ ചിലപ്പോൾ ഇങ്ങനെ കുറഞ്ഞു വരും, റഹ്മ പിന്നെ ഇങ്ങനെ കൂടി 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 വരും. ഈ മവദ്ദയും റഹ്മയും സ്നേഹത്തിന്റെ 2 സ്റ്റേജ് ആണ്. ഈ ആയത്തിനെ വെച്ചിട്ട് നമുക്ക് പറയാം മവദ്ദ പ്ലസ് റഹ്മ ഈസ് ഈക്വൽ ടു പിന്നെ ലിതസ്കനു ഇലൈഹ. കാരണം നിങ്ങൾക്കിടയിൽ ഈ സമാധാനം നിലനിൽക്കണമെങ്കിൽ ഈ ലിതസ്കനു ഇലൈഹ, സാക്കിന എന്നൊക്കെ പറയുന്ന സമാധാനം ഉണ്ടല്ലോ. സാക്കിന എന്ന് പറഞ്ഞ സമാധാനം എന്ന് പറഞ്ഞാല് നിശ്ചലാവസ്ഥയിൽ കിട്ടുന്ന സമാധാനമാണ്. നിശ്ചലാവസ്ഥയിൽ നമ്മൾ മൂവ്മെന്റ് ഒന്നും ഇല്ലാതെ കിട്ടുമ്പോഴുള്ള ഒരു സമാധാനം. അപ്പൊ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ, ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് ജോലി ചെയ്തു, ഒരുപാട് ഓടി നടന്ന് ഒരുപാട് ജോലി ചെയ്ത് ഭയങ്കര ക്ഷീണിച്ച്, എന്നിട്ട് അയാൾ വൈകിട്ട് ഒരു സോഫയിൽ ഒരു നല്ല കട്ടിലിൽ പോയി അയാൾ കിടക്കുമ്പോൾ ആ കിടക്കുന്ന അതുവരെ അയാൾ മൂവ്മെന്റിലായിരുന്നു. പിന്നെ അയാൾ നിശ്ചലാവസ്ഥയിൽ അയാൾ ആ കട്ടിലിൽ കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ട്. അതാണ് ലിതസ്കുനു ഇലൈഹ.
ആ എല്ലാ ഓട്ടങ്ങൾക്കും ശേഷം, എല്ലാ പിന്നെ അധ്വാനങ്ങൾക്കും ശേഷം നമ്മൾ വന്നൊന്ന് വിശ്രമിക്കുന്ന, നമ്മൾ നിശ്ചലാവസ്ഥയിൽ വിശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, ആ സമാധാനം ജീവിതത്തിന്റെ എല്ലാ നെട്ടോട്ടങ്ങൾക്കിടയിലും നമ്മൾ നമ്മളുടെ ഇണയിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം, അതാണ് ലിതസ്കുനു ഇലൈഹ എന്നുള്ളത്. ആ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ രണ്ടാളെയും ഇടയിൽ അള്ളാഹു എന്ത് ചെയ്തു? മവദ്ദയും റഹ്മയും ഉണ്ടാക്കിയെന്ന. അത് രണ്ടും അള്ളാഹുവിന്റെ വലിയൊരു അത്ഭുതമാണ്. അതുകൊണ്ടാണ് ഇടിമിന്നലിന്റെ കൂടെ അതിനെ പറഞ്ഞത്, പിന്നെ രാവും പകലും മാറി വരുന്നതിന്റെ കൂടെ അതിൽ പറഞ്ഞത്, മഴ പെയ്യിപ്പിക്കുന്നതിന്റെ കൂടെ, സസ്യങ്ങൾ മുളക്കുന്നതിന്റെ കൂടെ, ഇതിന്റെയൊക്കെ കൂടെ ചേർത്തിട്ട് ഈ മവദ്ദയും റഹ്മയും പറഞ്ഞത്. അത്രയും വലിയൊരു അത്ഭുതകരമായ പ്രതിഭാസമാണ്, അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ ആ മവദ്ദയും റഹ്മയും നമ്മളെ ഇടയിലേക്ക് തരുമ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മവദ്ദ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ ആദ്യ നാളിൽ നന്നായി ഉണ്ടാവും. നമ്മളെ ബോഡിയിലെ അട്രാക്ഷൻ, നമ്മളുടെ അഫെക്ഷൻ ആണ് അത്. ആ സമയത്ത് നല്ല യൂഫോറിക് ഫീലാണ് നമുക്ക് ഉണ്ടാവുക, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ലവ് ഉണ്ടാവുക. ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും മുകളിൽ നമ്മൾ നമ്മളുടെ ഇണയെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫെക്ഷൻ നന്നായി നടക്കുന്ന സമയമാണ്. ഇതൊക്കെ ഈ മവദ്ദന്റെ ഒരു സാധനമാണ്. അപ്പൊ മവദ്ദ പക്ഷെ എന്താവും? മവദ്ദക്ക് ഒരു സമയമുണ്ട്, അത് കഴിഞ്ഞാൽ അതിങ്ങനെ പതുക്കെ കുറയും. പിന്നെ നമ്മൾ റഹ്മ സ്റ്റാർട്ട് ചെയ്യണം. ഈ റഹ്മ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാല്, മവദ്ദയിൽ എന്തൊക്കെ നടന്നോ നമ്മളെ ചേർത്ത് നിർത്താൻ നമ്മൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തൊക്കെ ചെയ്തോ, ഇതെല്ലാം റഹ്മയുടെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമ്മൾ ബോധപൂർവം ചെയ്യണം. നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. കാരണം ഈ പിന്നെ മവദ്ദന്റെ സമയത്ത് നമ്മൾ പിന്നെ ഇണയെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഭാര്യ വീട്ടിലാണെങ്കിൽ ഭാര്യനെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ ആസ്വദിച്ചായിരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക. റഹ്മന്റെ സ്റ്റേജ് എത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷെ അപ്പൊ നമ്മളത് ചെയ്താൽ അതിൻ്റെതായ റിസൾട്ട് ഉണ്ടാവും. പിന്നെ മവദന്റെ സമയത്ത് നമ്മൾ തമ്മിൽ രണ്ടാളും നല്ല കോംപ്ലിമെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ റഹ്മന്റെ സ്റ്റേജിലും അത് ചെയ്താലേ ഇത് നമ്മൾക്ക് റഹ്മ എന്നുള്ള സ്റ്റേജ് ഒരു ലോങ് ടൈമിലേക്ക് നിലനിൽക്കുള്ളൂ. ഇപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ എന്തൊക്കെയാണോ മവദന്റെ സ്റ്റേജിൽ ചെയ്തത്, അതെല്ലാം നമുക്ക് പിന്നെ ഈ റഹ്മ എന്നുള്ള സ്റ്റേജിലേക്ക് ബോധപൂർവം ചെയ്യാൻ നമ്മൾക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ബയോളജിക്കലി ബിൽറ്റിൻ ആണ്, അതിന് പ്രത്യേകിച്ച് എഫേർട്ട് ആവശ്യമില്ല, അല്ലെങ്കിൽ വളരെ ചെറിയ എഫേർട്ട് മതി. മറ്റേതെന്ന് വെച്ചാൽ നമ്മൾ ഇന്റൻഷനലി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ആ നിലക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ റഹ്മയെ കാണണം എന്നുള്ളതാണ്. ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഇന്റിമസിയെ ഇപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ആയിഷ റളിയല്ലാഹു പറയുന്നുണ്ട്, ഞാൻ പിന്നെ ഇറച്ചി കഴിക്കുമ്പോൾ, മാംസം കഴിക്കുമ്പോൾ ഞങ്ങൾ ഒരു പ്ലേറ്റിൽ നിന്നാണല്ലോ കഴിക്കുക, അവർ ഒരു പ്ലേറ്റിൽ നിന്നാണ് കഴിക്കുക. അപ്പോൾ ഞാൻ മാംസം എടുത്ത് കടിച്ച് ഈ പ്ലേറ്റിൽ വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാംസം എടുത്ത് ഞാൻ കടിച്ച പല്ല് വെച്ച് കടിച്ച അതേ ഭാഗത്ത് പല്ല് വെച്ച് കടിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെക്കും. അതൊരു ഇന്റിമസിന്റെ ഭാഗമാണ്, ഒരു ഫിസിക്കൽ ഇന്റിമസിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ ഗ്ലാസ്സിൽ എന്തെങ്കിലും കുടിച്ചാൽ, ഒരു വെള്ളം കുടിച്ചാൽ ഞാൻ എവിടെ ചുണ്ട് വെച്ചാണോ കുടിച്ചത് അതേ ഭാഗം വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഈ ആ ഗ്ലാസ് എടുത്തിട്ട് വെള്ളം കുടിക്കും, അവിടെ തന്നെ ചുണ്ട് വെച്ചിട്ട് വെള്ളം കുടിക്കും. അതേപോലെ അവർ ഒരുമിച്ച് പിന്നെ ശാരീരിക ബന്ധത്തിന് ശേഷം ഒരുമിച്ച് കുളിക്കും. ഇതൊക്കെ ഒരു മവദ്ദയുടെ ഭാഗമായിട്ട് നടക്കുന്ന സംഗതികളാണ്. ഇപ്പൊ റഹ്മ പിന്നെ ഒരു ലോങ് ടേമിലേക്ക്, ഇപ്പൊ ഖദീജ റളിയല്ലാഹു അൻഹുമായിട്ടുള്ള ബന്ധം നോക്കിയാൽ വളരെ ലോങ് ടേമിലേക്ക് പോലും, ഖദീജ റളിയല്ലാഹു മരണപ്പെട്ടിട്ട് പോലും ആ ഒരു സോൾമേറ്റ് എന്നുള്ള ആ ബന്ധം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത് ആ റഹ്മ എത്രത്തോളം നിലനിന്നിരുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ആ ബന്ധം. അപ്പോൾ ഇത് കൂട്ടാനായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു ബിസി ലൈഫിൽ എന്ന് വെച്ചാൽ നമ്മൾ മൈക്രോ കണക്ഷൻസ് ഒക്കെ കുറച്ച് ബോധപൂർവ്വം എന്ത് ചെയ്യണം? കൂട്ടണം. മൈക്രോ കണക്ഷൻസ്, ഇപ്പോൾ മൈക്രോ കണക്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിടയിലൊരു ഇപ്പൊ ചിലപ്പോൾ കുറഞ്ഞ സമയം കിട്ടുകയാണെങ്കിലും നമ്മൾ എല്ലാ ദിവസവും ഒന്ന് ഹഗ് ചെയ്യുക, ഒരു ഫോർഹെഡ് കിസ്സിങ് ഒക്കെ ഭയങ്കര എഫക്റ്റ് ഉണ്ടാക്കുന്ന സാധനമാണ് ഈ ഫോർഹെഡ് കിസ്സിങ്. അതേപോലെ തന്നെ ഹഗ്ഗിങ്, ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യല്, പിന്നെ ഫോണില്ലാതെ അല്ലെങ്കിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള ഇത്, ഒരുമിച്ച് കുറെ നേരം റീൽസ് കാണുന്നതിനേക്കാളും എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ്
അതേസമയം ഒരുമിച്ച് രണ്ടാളും കുറച്ച് കണ്ണിൽ നോക്കി നിന്ന് സംസാരിച്ചാൽ അതിനേക്കാൾ എന്താണ് എഫക്റ്റ് ആണ്. ഇപ്പൊ പിന്നെ രണ്ടു പേർക്കും ഇത് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ഭാഗത്തു നിന്നും ഈ എഫേർട്ട് ഉണ്ടായാൽ രണ്ടാൾക്കും ഇത് കൂടുതലായിട്ട് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പൊ പെണ്ണിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്ന് ഇമോഷണൽ കെയർ ആണ്. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇമോഷണൽ കെയർ ആണ് ഒന്ന്. രണ്ടാമത്തത് ഒരു ഫിസിക്കൽ ടച്ച്. അപ്പൊ ടച്ച് സ്ത്രീകൾക്ക് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ സ്ത്രീകൾക്ക് ഓക്സിറ്റോസിൻ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ടച്ച് അവരെ വല്ലാതെ എന്ത് ചെയ്യും, നന്നായി റിലാക്സ് ചെയ്യിക്കും. ഒരു പെണ്ണിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവള് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുരുഷൻ അവളൊന്ന് ഹഗ് ചെയ്ത് പിടിച്ചാൽ അവളെ പരമാവധി ഒരുവിധം പ്രശ്നങ്ങളൊക്കെ അതോടുകൂടി എന്ത് ചെയ്യും, തീരും. അതേപോലെ തന്നെ ഷെയറിങ് ടൈം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഷെയറിങ് ടൈം. പിന്നെ അഫർമേഷൻസ്, അതായത് ഈ പിന്നെ നമ്മൾ ചില കോംപ്ലിമെന്റ്സ് കൊടുക്കൂലേ, ഇപ്പൊ എനിക്ക് നിന്നെ ഇഷ്ടമാണ് അല്ലെങ്കിൽ നിന്നെ കാണാൻ എന്തൊരു രസമാണ് എന്നൊക്കെ ഭാര്യയോട് പറയുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ച് അത് നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ഒരു 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 കടുത്ത വേനലിൽ വരണ്ട ഭൂമിയിൽ ഒരു മഴ പെയ്യുന്ന പോലത്തെ ഒരു എഫക്റ്റ് ആണ്. ഒന്നും വേണ്ട, നമ്മളൊരു കല്യാണത്തിന് പോവാണ്, അപ്പോൾ നമ്മൾ ഒരുങ്ങി ഇറങ്ങാൻ നിൽക്കുകയാണ്, അപ്പൊ ജസ്റ്റ് ഭാര്യനോടൊന്ന് പറയാ, എന്ത്, ഓ ഈ ഡ്രസ്സ് നിനക്ക് നന്നായി ചേരുന്നുണ്ടല്ലോ എന്നൊന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ഒരു വരണ്ട ഭൂമിയിൽ മഴ പെയ്യുന്ന ഒരു എഫക്റ്റ് ഉണ്ടാക്കും. അത്രയ്ക്ക് നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ എന്തുണ്ടാക്കും, അത് ഒരു പുതിയ സസ്യങ്ങൾ ഫലങ്ങൾ മുളപ്പിക്കുന്ന ഒരു എഫക്റ്റ് ആണ് ഉണ്ടാക്കുക. അപ്പോൾ ഈ കോംപ്ലിമെന്റ്സ് ഒക്കെ പെണ്ണിന് ഭയങ്കര പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതി, അത് ഇഷ്ടപ്പെട്ട പുരുഷന്റെ അടുത്തുനിന്ന് ആകുമ്പോൾ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ പെണ്ണിന് ഏറ്റവും പ്രധാനപ്പെട്ട. ആണിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് സെക്സ് തന്നെയാണ്. സെക്സ് എന്നുള്ളത്, അത് നടക്കുക എന്നുള്ളതും സെക്സിന്റെ ഒരു പിന്നെ ഫ്രീക്വൻസി എല്ലാം ആണിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ റെസ്പെക്റ്റ് ആണ് ആഗ്രഹിക്കുന്നതാണ്. ചില സർവീസസ് കിട്ടുക എന്നുള്ളത് ആണ് ആഗ്രഹിക്കുന്നതാണ്. ഒരു സോളിറ്ററി ടൈം ആണിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. സോളിറ്ററി ടൈം അഥവാ ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പൊ വീടുകളിൽ പിന്നെ ഈ ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളത് ആണിനെ സംബന്ധിച്ച്, ഇപ്പോ ആണിനൊരു സ്ട്രെസ് വന്നാല്, പുരുഷനൊരു സ്ട്രെസ് വന്നാല് പുരുഷൻ ആ സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് കണ്ടെത്തുന്നത് സെൽഫ് റിഫ്ലക്ഷനിലൂടെയാണ്. അപ്പൊ സെൽഫ് റിഫ്ലക്ഷൻ എങ്ങനെ നടക്കുക എന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് ഇരിക്കുക ചെയ്യാം. ഇപ്പൊ വീട്ടിൽ തന്നെ ആണെങ്കിലും ഒരു ജനലിന്റെ അരികിലോ അല്ലെങ്കിൽ കട്ടിലോ എവിടെയെങ്കിലും പോയി കുറേ നേരം ഇങ്ങനെ മിണ്ടാതിരിക്കും. അപ്പോൾ പിന്നെ ഭാര്യനെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവൾക്ക് ഇത് മനസ്സിലാവില്ല സത്യത്തിൽ എന്താന്നുള്ളത്. അപ്പോൾ ആണിന് ഒരു പിന്നെ സോളിറ്ററി ടൈം വളരെ പ്രധാനം. അതേപോലെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പെണ്ണിനെ സംബന്ധിച്ച് ഒരു സ്ട്രെസ് വന്നാൽ കുറേ സംസാരിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം സംസാരിക്കാൻ കഴിയുമോ അത്രയും അവർക്ക് സ്ട്രെസ് റിലീഫാണ്. അപ്പൊ ഇത് നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ സാധനം എന്ത് ചെയ്യണം, വരണം എന്നുള്ളതാണ്. അപ്പൊ ഒരു പെണ്ണിന് സ്ട്രെസ് ഉണ്ടെങ്കിൽ അവള് പ്രോബ്ലംസ് പറയുക ചെയ്യാം. അപ്പൊ അത് നല്ല സ്ട്രെസ് ആണെങ്കിൽ എന്താ വെച്ചാല് പിന്നെ ഈ പെർട്ടിക്കുലർ ഏത് പ്രോബ്ലം കൊണ്ടാണോ സ്ട്രെസ് ഉണ്ടായത് ആ പ്രോബ്ലം മാത്രമല്ല ഇപ്പൊ പറയാം. അപ്പൊ ചിലപ്പോൾ പാസ്റ്റ് പ്രോബ്ലംസ്, പഴയ പ്രോബ്ലംസ് പറയും, ഇനി ഫ്യൂച്ചറിൽ വരാനുള്ള പ്രോബ്ലംസ് പറയും, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ചിലപ്പോൾ പറയും. അപ്പൊ ഈ പ്രോബ്ലംസ് ഇങ്ങനെ പറയുമ്പോൾ ഈ പെണ്ണിന് കിട്ടുന്ന ഒരു ഒരു റിലീഫ് ഉണ്ട്, ഒരു റിലാക്സ്. അത് പ്രത്യേകിച്ച് ഒരു ഇഷ്ടപ്പെട്ട ആള് കേട്ടിരിക്കുക എന്ന് വെച്ചാൽ അവളെ സംബന്ധിച്ച് അവളുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ ഉള്ള ഭയങ്കര റിലീഫാണ്. അപ്പൊ നമ്മള് ഇപ്പോ രണ്ടുപേരും വർക്കിംഗ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരാൾ വർക്കിംഗ് ആണ്. അപ്പൊ പൊതുവെ ഒരാൾ വർക്കിംഗ് ആണെങ്കിൽ ആണായിരിക്കും വർക്കിംഗ്. അപ്പൊ ആണ് വർക്ക് ചെയ്തിട്ട് പിന്നെ ഈവനിങ്ങിൽ പിന്നെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ഭാര്യ പിന്നെ സ്ത്രീക്ക് എന്തുണ്ടാവും, കുറേ പറയാനുണ്ടാവും. ആ പറയുന്നത് കേട്ടിരിക്കുക എന്നുള്ളത് പെണ്ണിനെ സംബന്ധിച്ച് ഭയങ്കര റിലീഫാണ്, ഭയങ്കര ആശ്വാസമാണ് കേട്ടിരിക്കുന്ന ഒരാൾ എന്ന് വെച്ചാൽ. അപ്പൊ പിന്നെ അതേസമയം ആണിനെ സംബന്ധിച്ച് ആണിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് തീരെ ശ്രദ്ധിക്കാൻ കഴിയൂല, തീരെ ലിസൺ ചെയ്യൂല. പിന്നെ ലിസൺ ചെയ്താലും പിന്നെ മര്യാദക്ക് ലിസൺ ചെയ്യൂല. അപ്പൊ ആക്റ്റീവ് ലിസണിങ് എന്നൊക്കെ പറഞ്ഞാല് ഇപ്പോ ശരിക്കും ലിസൺ ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ ഇന്റിമസി നടക്കണമെങ്കിലാണ് പറഞ്ഞത്. ശരിക്കും ലിസൺ ചെയ്യുകയാണെങ്കിൽ കണ്ണിൽ നോക്കിയിരിക്കണം എന്നാണ്. ഇപ്പൊ ഒരാൾ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ അതിന്റെ ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഐ കോണ്ടാക്ട്, അയാളെ കണ്ണിൽ നോക്കിയിരിക്കണം. പിന്നെ രണ്ട്, അയാൾ പറയുന്നതിനെ അക്നോളജ് ചെയ്യണം. അക്നോളജ് പിന്നെ സ്ത്രീകളാകുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ സംസാരിക്കും. കാരണം സ്ത്രീകളുടെ ബ്രെയിനിലെ സ്പീച്ച് സെന്റേഴ്സിനെ കുറിച്ച് പറയുന്നത് തന്നെ അവിടെ ഫിൽട്രേഷൻ ഇല്ല എന്നുള്ളതാണ്. ആണിന്റെ കുറേ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് ആവശ്യമുള്ള വാക്ക് മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. പെണ്ണിൻ്റെത് എന്താണോ തോട്ട്സിലുള്ളത്
അത് ഫുള്ള് എന്ത് ചെയ്യും, പുറത്തേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇത് മുഴുവൻ കേൾക്കുമ്പോൾ നമ്മൾ അതിനെ അക്നോളജ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനം. അക്നോളജ്മെന്റ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചില വാക്കുകൾ പറയില്ലേ, ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിങ്ങനെ അപ്പൊ നമ്മൾ പറയില്ലേ, ഓഹോ അങ്ങനെയൊക്കെ ഉണ്ടായോ, ഓ ഭയങ്കര ട്ടോ, ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇതൊരു ആക്റ്റീവ് ലിസണിങ്ങിന്റെ ഭാഗമാണ്. അതൊക്കെ അവർക്ക് ഭയങ്കര പിന്നെ അവർ സംസാരിക്കാനുള്ള ഒരു എൻകറേജിങ് ആണ്. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചാൽ, ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അവര് വിവാഹത്തിന് മുമ്പ് വരെ അവര് ഏറ്റവും കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നത് സ്ത്രീകളോട് തന്നെ ആയിരിക്കും. ഇപ്പൊ സ്ത്രീയും സ്ത്രീയും തമ്മിൽ അടുപ്പത്തിൽ അവർക്കിടയിൽ അവരുടെ സ്ട്രെസ്സുകൾ തീർക്കുന്നത് പരസ്പരം സംസാരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടി അവളുടെ ഫ്രണ്ട്സായ മറ്റു പെൺകുട്ടികളുടെ ഇടയിൽ അവർക്കിടയിലുള്ള ഒരുപാട് സ്ട്രെസ്സുകൾ, പ്രോബ്ലംസ് എല്ലാം അവരതിന് പരിഹാരങ്ങൾ കാണുന്നത് പരസ്പരം സംസാരിച്ചു കൊണ്ടാണ്. അപ്പൊ കുറേ പ്രോബ്ലംസ് സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ആശ്വാസം കിട്ടും. അപ്പൊ ഇതേ സ്ട്രാറ്റജി തന്നെയാണ് അവർ വിവാഹം കഴിഞ്ഞാൽ നമ്മൾ ആണുങ്ങൾ എടുത്തു കൊടുക്കുക. പക്ഷെ ആണിന് ഇത് മനസ്സിലാവില്ല. കാരണം ആണുങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് വെച്ചാൽ ഒരാൾ പ്രോബ്ലം പറഞ്ഞാൽ അതിന് വേഗം സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ആര് പ്രോബ്ലം പറഞ്ഞാലും അതിന് സൊല്യൂഷൻ കൊടുക്കുക. അപ്പൊ ഈ നമ്മള് ഇപ്പോൾ ഭാര്യ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പ്രോബ്ലംസ് പറയുമ്പോൾ ആണിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഒന്നാണ് ശ്രദ്ധിക്കൂല, രണ്ട് അതില് എന്തെങ്കിലും പ്രോബ്ലം കണ്ടാൽ അതിന് വേഗം സൊല്യൂഷൻ കൊടുക്കുകയും ചെയ്യാം. സത്യത്തിൽ ഒരു പെണ്ണ് സംസാരിക്കാൻ വരുമ്പോൾ, ഭാര്യ സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ മിണ്ടാതെ കേട്ടിരുന്നാൽ മതി. നമ്മൾ അതിനെങ്ങനെ അക്നോളജ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ പാരാഫ്രൈസ് ചെയ്യാം. അവൾ പറയുന്ന ചില വാക്കുകൾ അതേപോലെ പാരാഫ്രൈസ് ചെയ്ത് പറയും. ഇതൊക്കെ കൂടുതൽ റിലീഫ് കിട്ടുന്നതാണ്. അപ്പോൾ സംസാരം കേട്ടിരിക്കുക എന്നുള്ളത് പെണ്ണിനെ സംബന്ധിച്ച് ഭയങ്കര റിലീഫാണ്. പക്ഷെ പെണ്ണിന് തീരെ കിട്ടാത്തത് അങ്ങനെ ഒരാളെയാണ്. അവിടെ അതൊരു ഇമോഷണൽ കെയറും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ഹൃദയം, നമ്മളെ ഹാർട്ട് ഉണ്ടല്ലോ, ഹൃദയത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അത് എവിടെയാണോ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അങ്ങോട്ട് ചാഞ്ഞിരിക്കുന്നതാണ്. എവിടെയാണോ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അങ്ങോട്ട് ചാഞ്ഞിരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മൾ ഒരു ചെടി നട്ടു, ഒരു ചെടി സാപ്ലിങ്, അപ്പോൾ ഒരു തൈ നട്ടിട്ട് ആ തൈ വളർന്നു വരുമ്പോൾ നമ്മൾ അതിന്റെ മേലൊരു ബക്കറ്റ് കമിഴ്ത്തി വെച്ചാല്, എന്നിട്ട് നമ്മൾ ആ ബക്കറ്റിന്റെ സൈഡിൽ ഒരു റൗണ്ടിൽ ഒരു ഹോൾ ഇട്ടാല് നിങ്ങൾക്കൊരു ഒരു കാര്യം കാണാം. ഈ ചെടി എന്ത് ചെയ്യും, ഈ ഹോളിന്റെ അകത്തൂടി ഇങ്ങനെ വളഞ്ഞു വരും. വളഞ്ഞിട്ടാണ് വളരുക. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ സൺലൈറ്റ് വരുന്നത് എവിടുന്നാണോ, ഈ സൺലൈറ്റിന്റെ നേരെയാണ് എന്ത് വളരുക, ഈ ചെടി വളരുക. അതേപോലെ നമ്മളെ ഹൃദയത്തിലേക്ക് എവിടുന്നാണോ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അങ്ങോട്ട് ഹൃദയത്തിന് ഒരു ചെരിവുണ്ടാവും എന്നുള്ളതാണ്. അപ്പോ നമ്മൾ നമ്മളുടെ ഇണയോടടുത്ത് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ, ആരാണോ നമ്മളുടെ ഇണയുടെ ഹൃദയവുമായി കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് അങ്ങോട്ടായിരിക്കും ആ ഹൃദയത്തിന് ഒരു ചായ്വ് കൂടുതൽ എന്നുള്ള. അപ്പൊ നമ്മളായിരിക്കണം നമ്മളെ ഇണയോട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ കേൾക്കുന്നതും ഒക്കെ നമ്മളുടെ ഇണയോടടുത്ത്, അത് ഭർത്താവും ഭാര്യ ആകട്ടെ പരസ്പര ഇണയോടടുത്ത് നമ്മൾ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് പിന്നെ വൈഫിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടിരിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോ രണ്ടാളും വർക്കിംഗ് ആണെന്ന് തന്നെ വെക്കുക. ഇപ്പൊ രണ്ടാളും വർക്കിംഗ് ആണ്, അപ്പൊ രണ്ടാളും ഈവനിങ്ങിൽ വീട്ടിലേക്ക് വരുന്നു. അപ്പോഴും പിന്നെ ഭാര്യയെ സംബന്ധിച്ച്, സ്ത്രീയെ സംബന്ധിച്ച് എന്തുണ്ടാവും, അവളുടെ അന്നത്തെ ദിവസത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ആണുങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ചിലപ്പോ ഇപ്പോ നമ്മൾ രണ്ട് ഭാര്യയും ഭർത്താവും വർക്കിംഗ് ആണെന്ന് വിചാരിച്ചോ. അപ്പൊ നിങ്ങൾ ഭാര്യയും ഭർത്താവും വർക്കിംഗ് ആണെന്ന് വിചാരിച്ചോ. രണ്ടാളും രണ്ട് കമ്പനിയിലാണ് വർക്കിംഗ്. ഭാര്യയുടെ സ്ഥാപനത്തിലെ ഒന്നോ രണ്ടോ ആളോട് നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാവും, ഭയങ്കര ദേഷ്യം. ചിലപ്പോൾ അയാളെ കുറിച്ച് നിങ്ങൾക്ക് അത്ര ഒരു നല്ല അഭിപ്രായം ഉണ്ടാവില്ല. ചിലപ്പോൾ അയാളെ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല, അയാളുമായി നിങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ അയാളെ ചിലപ്പോൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ നിങ്ങളെ മനസ്സിൽ അയാളോട് ദേഷ്യം വരുന്നത്? ഭാര്യയുടെ സംസാരത്തിൽ എന്താണ്, ഇവള് ഭാര്യ വരുമ്പോ ഓഫീസിലുള്ള ഒരുപാട് സംഗതികൾ പറയും. ആ സംസാരത്തിലൂടെ ചിലപ്പോൾ നമുക്ക് അയാളോട് ദേഷ്യം വരെ ഉണ്ടാവും, തോന്നിയിട്ടുണ്ടാവും. അപ്പൊ ചിലരോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും, അതുണ്ടാവും. ചിലർ നമ്മളിങ്ങനെ കേട്ട് കേട്ട് ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും. അപ്പൊ ഭാര്യ അവളുടെ ഒരു ദിവസത്തെ കുറിച്ച് ഒരുപാട് സംസാരിക്കും. ഈ സംസാരിക്കുന്നത് കേട്ടിരിക്കുക ഒരാള് എന്നുള്ളത് പെണ്ണിന്റെ ലോകത്ത് വളരെ അത്യാവശ്യമുള്ള സംഗതി, അവളെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ പെണ്ണിന് പിന്നെ ഏറ്റവും വേണ്ടത് പിന്നെ ഇമോഷണൽ കെയർ ആണ്, ലിസണിങ്ങിനുള്ള ആളാണ്.
അവളെ ഏറ്റവും ആഗ്രഹിക്കുന്നത് അതാണ്. പിന്നെ ചെറിയ ഫിസിക്കൽ ടച്ചുകൾ, ഇങ്ങനത്തെ സാധനങ്ങളാണ് പെണ്ണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ കോംപ്ലിമെന്റ്സ്, ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ രണ്ടുപേരും വർക്കിംഗ് ആണെങ്കിലും ഇടയ്ക്ക് വാട്സപ്പിലൊക്കെ ഒരു ഐ ലവ് യു എന്നൊക്കെ അയച്ചാലൊക്കെ അതൊക്കെ ഭയങ്കര എഫക്റ്റ് ചെയ്യും. അവർക്ക് നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ, പക്ഷെ എന്നാലും നമ്മൾ അതൊന്ന് ബോധപൂർവ്വം ഇപ്പൊ നേരിട്ട് പറയുന്നത്, ഡ്രസ്സ് ചെയ്യുമ്പോൾ കോംപ്ലിമെന്റ് ചെയ്യുന്നത്, എന്തെങ്കിലും പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയാൽ കോംപ്ലിമെന്റ് ചെയ്യുന്നത്, ഇതൊക്കെ സ്ത്രീകളെ സംബന്ധിച്ച് ഭയങ്കര പിന്നെ ഇമോഷണലി ഹിറ്റ് ചെയ്യുന്ന പിന്നെ ഒരു സാധനങ്ങളാണ്. അതേസമയം ആണിന് നേരെ തിരിച്ച് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ ആയിട്ടുള്ള ഒരു ഇന്റിമസിയാണ്. ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. ഇപ്പൊ സാധാരണ പറയാറുണ്ട്, ഇപ്പോ വിവാഹ ജീവിതത്തിൽ പെണ്ണ് ഇപ്പൊ ചീറ്റിങ്, ഇപ്പൊ ഡൈവേഴ്സിലേക്ക് പോകുന്നത് ചീറ്റിങ് കാരണമാണെങ്കിൽ, ഇപ്പൊ പെണ്ണ് ചീറ്റിങ്ങിലേക്ക് പോകാൻ കൂടുതൽ പിന്നെ കാരണങ്ങൾ, റീസൺസ് ഉണ്ടാവുന്നത് ഇമോഷണൽ കെയർ കിട്ടാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇമോഷണൽ കെയർ കിട്ടാത്തതുകൊണ്ട് ആണ് ഒരു പക്ഷേ ചീറ്റിങ്ങിലേക്ക് പോകാൻ കൂടുതൽ സാധ്യത പിന്നെ ഈ സെക്ഷൽ ഇന്റിമസി കൂടുതൽ കിട്ടാത്തതുകൊണ്ടായിരിക്കും. ഇത് ബന്ധത്തിൽ നിന്ന് കൂടുതൽ കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ആണിനെ സംബന്ധിച്ച് സെക്ഷൽ ഇന്റിമസി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വെച്ചാൽ ഒരാണിന് പിന്നെ ഒന്ന്, ആണിന് ടെസ്റ്റോസ്റ്ററോൺ വളരെ ഹൈ ആണ്, ലിബിഡോ വളരെ ഹൈ ആണ്. അപ്പോ ആണിനെ സംബന്ധിച്ച് ഈ പിന്നെ അവന്റെ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്നുള്ള റിലീസ് ഇടക്കിടക്ക് നടക്കണം. വൺസ് ഒരു സെക്ഷൽ ഒരു തോട്ട്, ഒരു ഡിസയർ വന്നു കഴിഞ്ഞാൽ, ഒരു അറൗസൽ വന്നു കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്യാതെ ഒരു ഭയങ്കര സ്ട്രെസ് ചെയ്യാറും, അത് വേറൊന്നും ചെയ്താലും കൊണ്ട് ശരിയാവില്ല. അപ്പോ ചിലപ്പോ അതിനെ ആഗ്രഹിച്ചിട്ട് നടന്നില്ലെങ്കിൽ ഭയങ്കര ഭയങ്കര സ്ട്രെസ് ആവും, ഭയങ്കര ചിലപ്പോൾ ഒരു അഗ്രഷൻ ആവും, ഒക്കെ ആവും. കാരണം ഈ ടെസ്റ്റോസ്റ്ററോൺ തന്നെയാണ് നമുക്ക് സെക്ഷൽ ഇതും തരുന്നത്, നമ്മളെ അഗ്രസീവ് ആക്കുന്നതൊക്കെ പിന്നെ ഈ ടെസ്റ്റോസ്റ്ററോൺ തന്നെയാണ്. അപ്പോൾ ഇത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ ആണുങ്ങളെ സംബന്ധിച്ചത് ഇടയ്ക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആണിന് എത്രത്തോളം, ഇപ്പൊ ആണുങ്ങൾക്ക് അറിയാലോ, പുരുഷന്മാർക്ക് അറിയാലോ, പുരുഷന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് സെക്ഷൽ ഇന്റിമസി എന്നുള്ളത്. പുരുഷൻ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാല്, പുരുഷന്മാരായ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, നമുക്ക് ഒരാണിന്, ഒരു പുരുഷന് സെക്ഷൽ ഇന്റിമസി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അതേ അളവിൽ ഒരു പെണ്ണിന് ഇമോഷണൽ കെയർ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സെക്ഷൽ ഇന്റിമസി ഒരു മൊമെന്റിൽ നടന്നില്ലെങ്കിൽ അത് നമ്മളെ എത്രത്തോളം സ്ട്രെസ്ഫുൾ ആക്കുമോ, അതേപോലെ അതേ ഇമ്പാക്റ്റ്, അതേ എഫക്റ്റ് ആണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൾക്കൊരു ഇമോഷണൽ കെയർ അവൾ ആഗ്രഹിക്കുമ്പോൾ അത് നടന്നിട്ടില്ലെങ്കിൽ. ഇപ്പൊ പെണ്ണ് ആഗ്രഹിക്കുന്ന ഇമോഷണൽ കെയർ എന്തൊക്കെ? ഇപ്പോ അവളൊന്ന് വല്ലാതിരിക്കുന്നു, അപ്പോൾ അവൾ ആഗ്രഹിക്കുന്നത്, അവൾ ഇഷ്ടപ്പെടുന്ന അവളുടെ പുരുഷൻ പോയി അവളോട് ചോദിക്കണം, അവളൊന്ന് ഇങ്ങനെ തലയിലൊക്കെ ഒന്ന് തലോടി, എന്താ മോളെ പറ്റി, എന്താണ്, നമുക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോകണോ, എന്തേ ഇങ്ങനെ ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇത് ഭയങ്കര ഇമോഷണൽ കെയർ ആണ്, ഇങ്ങനത്തെ ഒരു സംസാരം എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഇത് ചോദിക്കുക, ഒന്നിങ്ങനെ ഒന്ന് തലോടുക, ഈ ടച്ച്, ഇത് പെണ്ണിനെ ഉള്ള ഫിസിക്കൽ പിന്നെ ഇമോഷണൽ കെയർ പെണ്ണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഇനി സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ, പിന്നെ ഒരു സ്ത്രീക്ക് ഒരു വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ഇണയിൽ നിന്നുള്ള ഒരു ഇമോഷണൽ കെയർ എത്രത്തോളം വലുതാണോ അതേ ലെവലിൽ വലുതാണ് ഒരു ആണിനെ സംബന്ധിച്ച് പിന്നെ സെക്ഷൽ ഇന്റിമസി എന്നുള്ളത്. അപ്പൊ ഇത് രണ്ടും പരസ്പരം ഫുൾഫിൽ ചെയ്യപ്പെടണം. അപ്പോൾ ഇത് പരസ്പരം കോംപ്ലിമെന്ററി ആണ്. അപ്പോൾ എത്രത്തോളം ഇമോഷണൽ കെയർ ഒരു പെണ്ണിന് കൊടുക്കുന്നോ അത്രയും ഒരു സെക്ഷൽ ഇന്റിമസി ആ ആണിന് ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എത്രത്തോളം സെക്ഷൽ ഇന്റിമസി ഒരു ആണിന് കൊടുക്കുന്നോ അത്രത്തോളം ഇമോഷണൽ കെയർ ഒരു പെണ്ണിന് ആ ആണിൽ നിന്ന് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഇതൊരു കോംപ്ലിമെന്റിങ്ങും ആണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇത് തമ്മിൽ പിന്നെ പരസ്പരം കൈമാറാൻ ഒരു ബോധപൂർവമായ ഒരു ശ്രമം നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇനി ഇതില് ഇപ്പോ പെണ്ണിനെ ആണിനെ കൂടുതൽ ഇഷ്ടപ്പെടും, ഇപ്പൊ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ കൂടുതൽ ഇഷ്ടപ്പെടുത്തൊക്കെ മെയ്റ്റിംഗ് സൈക്കോളജിയിൽ പറയുന്ന സംഗതികളാണ്. ഒരു പെണ്ണിനെ ആണിനെ കൂടുതൽ ഇഷ്ടപ്പെടാവുന്ന സംഗതികളാണ് ഒന്ന്, വീട്ടിലെ ജോലികൾ ചെയ്യുന്ന ആണ്. ഇത് പിന്നെ മെയ്റ്റിംഗ് സൈക്കോളജി പറയുന്ന സാധനങ്ങളാണ്. അപ്പൊ വീട്ടില് ഹൗസ് കോഴ്സ് ചെയ്യുന്ന ആണുങ്ങൾ, അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു വെച്ചാൽ, ഇപ്പൊ ഒരു ബൾബ് ഫീസായി, ആ ബൾബ് ആ വീട്ടിലെ ആണ് തന്നെ മാറുകയാണെങ്കിൽ ആ ഭാര്യക്ക് അത് അയാളോട് കുറച്ച് ഇഷ്ടം കൂടുന്നുള്ളതാണ്. ഇപ്പൊ എവിടെയെങ്കിലും കുറച്ചൊരു വയറൊക്കെ ഒന്ന് ഇതായി, അപ്പൊ അതൊക്കെ നമ്മൾ നന്നാക്കുക, പിന്നെ വീടിന്റെ മുമ്പിൽ കുറച്ച് കല്ലൊക്കെ ഇട്ട് അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കുക, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ കേടുന്നു അതൊന്ന് നന്നാക്കുക, പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ, അല്ലെങ്കിൽ പിന്നെ ഒന്ന് പാത്രം കഴുകുക, പിന്നെ ഇതാക്കുക, ഇങ്ങനെ കുക്കിങ്ങിൽ, ഇങ്ങനെ വീട്ടുജോലികൾ ചെയ്യുന്ന ആണിനെ
പെണ്ണുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. പിന്നെ ഈ കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നത്, ഒരു പുതിയ ഡ്രസ്സ് ഇട്ട് വന്നാൽ ആ അടിപൊളിയാണല്ലോ ഈ ഡ്രസ്സിൽ കാണാൻ. നിങ്ങൾക്കറിയോ, പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നുണ പറയാൻ, അതായത് ഇസ്ലാമിൽ ഒരിക്കലും കളവ് പറയാൻ പാടില്ല, ഒരു നിലക്കും കളവ് പറയാൻ പാടില്ല, പക്ഷെ 3 അവസരങ്ങളിൽ ഒഴികെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ 3 അവസരങ്ങളിൽ നുണ പറയാൻ അനുവദിച്ച 3 അവസരങ്ങളിൽ ഒന്ന് ഭാര്യയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാനാണ്. ആലോചിച്ച് നോക്കുക. അപ്പൊ ഇസ്ലാം എത്രത്തോളം അതിന് കൊടുക്കുന്ന ഒരു വാല്യൂ ആലോചിച്ച് നോക്കുക. അഥവാ ഭാര്യയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നതിൽ, അല്ലെങ്കിൽ ഭാര്യയുമായിട്ടുള്ള ഫ്ലേട്ടിങ്, ഞാൻ പറഞ്ഞ ഫ്ലേട്ടിങ്, ഈ ശൃംഗാരങ്ങൾ നന്നായി നടക്കേണ്ടതാണ്. ഈ ശൃംഗാരത്തിന്റെ ഭാഗമായി, ഫ്ലേട്ടിങ്ങിന്റെ ഭാഗമായിട്ട് നുണ പറഞ്ഞാലും അത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഭാര്യയോട് നമുക്ക് പറയാമെന്ത്, ഞാൻ ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഐശ്വര്യ റായി ആയിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മിസ് ഇന്ത്യ, അതിനേക്കാൾ സുന്ദരിയാണ് നീ എന്നൊക്കെ നമുക്ക് എത്ര എന്ത് ചെയ്യാം, പറയാം. ഇസ്ലാമികമായിട്ട് നമ്മളെ മേലെ എന്തില്ല, തെറ്റില്ല. അപ്പൊ അത്ര പോലും അനുവദിക്കപ്പെട്ടാണ്, ഒരു പെണ്ണ് അത്രയും ആഗ്രഹിക്കുന്ന സംഗതികളാണ് അത് എന്നുള്ളതാണ്. പിന്നെ കുടുംബത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ആള്, അത് സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടാണ്. എത്രത്തോളം റിസോഴ്സും സ്റ്റാറ്റസും ഉണ്ടോ, റിസോഴ്സും സ്റ്റാറ്റസും കൂടുന്ന ആണുങ്ങളെ പെണ്ണിന് അത് മേറ്റിംഗ് സൈക്കോളജിയിൽ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതായത് ഒരു പെണ്ണിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവളുടെ ബ്യൂട്ടി, അവളുടെ ഫെർട്ടിലിറ്റിയാണ്. അവളുടെ ബ്യൂട്ടിയും ഫെർട്ടിലിറ്റിയും, ഈ ബ്യൂട്ടിയും ഫെർട്ടിലിറ്റിയും ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക അവളുടെ ടീൻസിലും 20s അത് ഒരു ഭർത്താവിന് വേണ്ടി അവള് കുറച്ചത് മേക്ക് ചെയ്തിട്ട് ഒരു 30s നിലനിർത്തുകയാണെങ്കിൽ, ആ ബ്യൂട്ടിയോടും ഫെർട്ടിലിറ്റിയോടും, ഫെർട്ടിലിറ്റി എന്ന് വെച്ചാൽ ഗർഭധാരണ ശേഷിയാണ്. ഫെർട്ടിലിറ്റി കൂടുന്തോറും നല്ല ഫെർട്ടിലിറ്റി ഉണ്ടെങ്കിൽ ആ ഷേപ്പും കാര്യങ്ങളൊക്കെ, കാരണം ആ ഷേപ്പിനോടാണ് ഞാൻ പ്രത്യേക ഇഷ്ടം തോന്നാൻ കാരണമൊക്കെ എന്താ വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഒരു ബിൽറ്റ് ഇൻ ബയോളജി, സൈക്കോളജിക്ക് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഹിപ് ടു വേസ്റ്റ് റേഷ്യോ എന്നൊക്കെ പറയും, ഹവർ ഗ്ലാസ് ഫിഗർ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടായില്ലേ. അപ്പോൾ ഈ ബ്യൂട്ടിയും ഫെർട്ടിലിറ്റിയും എന്താണ്, ആണിന് പെണ്ണിനോട് ഭയങ്കര അട്രാക്ഷൻ തോന്നിക്കുന്ന സംഗതിയാണ്. അതേസമയം ആണിന്റെ റിസോഴ്സും സ്റ്റാറ്റസും, ഒരാണിന് എത്രത്തോളം പ്രോപ്പർട്ടി ഉണ്ട്, ആണിന്റെ സോഷ്യൽ സ്റ്റാറ്റസ്, ഇപ്പൊ ആണിന് കുറെ അത്യാവശ്യം നല്ല പ്രോപ്പർട്ടി ഉണ്ട്. ഇത് അതിൽ വൺ ഓഫ് ദ ഇതാട്ടോ, ഞാൻ ബാക്കി പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിൽ ഘടകമാണ്, പക്ഷെ ഇതിലൊരു വൺ ഓഫ് ദ ഒരു സാധനമാണ് റിസോഴ്സ്. അതേപോലെ സ്റ്റാറ്റസ്, ആണ് ഇന്ന സ്ഥലത്ത് ഇന്ന കമ്പനിയിൽ ഇന്ന പദവിയിലാണ്, നാട്ടില് പൊളിറ്റിക്സിൽ ഇന്നതാണ്, അല്ലെങ്കിൽ ചാരിറ്റിയിൽ ഇന്നതാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പൊസിഷനിലാണ്. ഈ സ്റ്റാറ്റസും പെണ്ണിന് ആണിനോട് കൂടുതൽ ഇഷ്ടം തോന്നുന്ന സംഗതിയാണ്. അപ്പൊ ആണിനെ സംബന്ധിച്ച് ഒരു ആണിന്റെ എപ്പോൾ നമ്മൾ നോക്കിയാലും, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പെണ്ണിന്റെ സ്ട്രെങ്ത്, ബ്യൂട്ടിയും ഫെർട്ടിലിറ്റിയും ഏറ്റവും ഹൈ ആയി നിൽക്കുന്നത് ടീൻസിലും 20s ഒരു ആണിന്റെ സ്ട്രെങ്ത് ആയിട്ടുള്ള അവന്റെ സോഷ്യൽ സ്റ്റാറ്റസും അവന്റെ റിസോഴ്സസും ഏറ്റവും ഹൈ ആയി നിൽക്കുക 40s-ലും 50s-ലും ആയിരിക്കും. അപ്പൊ ആ സമയത്തും ഈ സാധനങ്ങളൊക്കെ, ഈ ഇന്റിമസി എന്ത് ചെയ്യും, നിലനിർത്തും എന്നുള്ളതാണ്. ഇപ്പോ അതേസമയം പെണ്ണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ആണിന്റെ മുമ്പിൽ ഇപ്പോ ആണിന്റെ ഒരു സെക്ഷൽ ഇന്റിമസിയെ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത്, അപ്പൊ അതിന് ഏറ്റവും പറ്റിയ മാർഗമാണ് നമ്മള് നമ്മളെ പുരുഷന് വേണ്ടി നമ്മൾ ഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളെ പുരുഷന് വേണ്ടി നമ്മൾ ഡ്രസ്സ് ചെയ്യുക. അപ്പൊ നമ്മളുടെ ബ്യൂട്ടി, ഒരു പെണ്ണിന്റെ ബ്യൂട്ടി അവളുടെ പുരുഷനെ ഏറ്റവും സംതൃപ്തിപ്പെടുത്തുന്ന സംഗതിയാണ്. അപ്പൊ ഇപ്പൊ നമ്മളൊരു റഹ്മ എന്നുള്ള സ്റ്റേജിലേക്ക് കടന്നാല് സൗന്ദര്യത്തിന് അപ്പുറത്തേക്ക് തന്നെ നമ്മൾ ഇഷ്ടപ്പെടും. പക്ഷെ ആണിന്റെ ഒരു സെക്ഷൽ ഇന്റിമസിയെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് നമ്മളുടെ ഡ്രസ്സിങ്, നമ്മളുടെ മേക്കപ്പിനൊക്കെ നന്നായി സാധിക്കും. അപ്പൊ നമ്മള് പലതിനും വേണ്ടി നമ്മൾ ഡ്രസ്സ് എടുക്കും. നമ്മൾ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കും, നമ്മൾ പുതിയ ഫംഗ്ഷൻ, എന്തെങ്കിലും ഇവന്റ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കമ്പനിയിൽ എന്തെങ്കിലും ഇവന്റ് ഉണ്ടാകുമ്പോൾ, അങ്ങനെ പലതിനും നമ്മൾ ഡ്രസ്സ് എടുക്കും. പക്ഷെ എന്റെ ഇണയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ നടത്തുന്ന ഒരു ഷോപ്പിംഗ്, അങ്ങനെ എത്ര ഭാര്യമാരെ നടത്തിയിട്ടുണ്ടാവും. അത് ആണിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഫാക്ടറാണ്. ഇപ്പൊ നിങ്ങൾ രാത്രി ബെഡ്റൂമിലേക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ട് വരിക എന്ന് വെച്ചാൽ, ആണിനെ സംബന്ധിച്ച് അത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വൈവിധ്യങ്ങളും ഒരു മെമ്മറി സമ്മാനിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് ആണിനെ നന്നായി തൃപ്തിപ്പെടുത്തുന്ന ഒരു സംഗതി. അപ്പോൾ രണ്ടുപേരും പരസ്പരം പെടുമ്പോ എന്താ വെച്ചാല്, മറ്റേ ആൾക്ക് രണ്ടുപേർക്കും ആവശ്യമുള്ളത് രണ്ടുപേരെ കയ്യിൽ നിന്നും കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ആ രൂപത്തിൽ തൃപ്തിപ്പെടുത്താനും നമുക്ക് എന്ത് ചെയ്യണം, കഴിയണം എന്നുള്ളതാണ്. അപ്പോ
ഈ സെക്ഷൽ ഇന്റിമസി ഇപ്പൊ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പുരുഷൻ ഒരു പുരുഷൻ ഏറ്റവും നല്ല പുരുഷനാണെന്ന് പറയണമെങ്കിൽ അത് അവന്റെ ഭാര്യയുടെ സർട്ടിഫിക്കറ്റ് കിട്ടണം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളിൽ ആരാണോ നിങ്ങളുടെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ അവനാണ് ഏറ്റവും ഉത്തമ പുരുഷൻ എന്നുള്ളതാണ്. അപ്പൊ ഒരു ആണ് നല്ല ആണാവണമെങ്കിൽ ഭാര്യ പറയണം, ഇയാൾ എൻ്റെ അടുത്ത് നന്നായി പെരുമാറുന്നവനാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബീനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഭാര്യ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളൊരു നല്ല ആണാവുള്ളൂ, നല്ല പുരുഷനാവുള്ളൂ. ഇസ്ലാമിൽ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും കമ്പനിയിൽ, പിന്നെ MNCയിൽ വലിയ വലിയ പൊസിഷനിൽ CEO ഡയറക്ടർ അങ്ങനെ പലതും ആയിരിക്കാം, നമ്മൾ ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ ആയിരിക്കാം, നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം, നമ്മൾ ദേവാ ഓർഗനൈസേഷനിലെ സ്റ്റേറ്റ് കമ്മിറ്റിയിലെ സെക്രട്ടറിയോ പ്രസിഡന്റ് ഒക്കെ ആയിരിക്കാം. ഇതൊന്നും ഒരു വിഷയമല്ല. ഭാര്യ പറയുന്നുണ്ടോ ഇയാളൊരു നല്ല മനുഷ്യനാണ് എൻ്റെ അടുത്ത്, അപ്പോളെ ഇസ്ലാമിൽ അയാളൊരു നല്ല ആണാവുള്ളൂ. അതെന്തുകൊണ്ടാ വെച്ചാല് അത് ഭാര്യ പറയണമെങ്കിൽ ഭാര്യക്ക് നമ്മുടെ കയ്യിൽ നിന്നുള്ള ഇമോഷണൽ കെയർ കിട്ടണം എന്നുള്ളതാണ്. ഇനി നേരെ തിരിച്ച് നോക്ക്, നേരെ തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇത് ഞാൻ ഈ രണ്ട് ഹദീസ് പറഞ്ഞത് എന്തിനാ വെച്ചാല്, ഇന്നത്തെ മോഡേൺ മീറ്റിംഗ് സൈക്കോളജി ഒക്കെ വെച്ച് നോക്കിയാലും ഒരു ആണിന് ഏറ്റവും കമ്പല്ലിംഗ് ആയിട്ട് അവൻ ആഗ്രഹിക്കുന്നതും ഒരു പെണ്ണ് ഏറ്റവും കമ്പല്ലിംഗ് ആയിട്ട് ആഗ്രഹിക്കുന്നതും ഈ ഹദീസിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പിന്നെ സ്ത്രീകളോട് പറയണം, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കടപ്പറയിലേക്ക് ക്ഷണിച്ചാൽ കാരണമില്ലാതെ നിങ്ങളത് നിഷേധിച്ചാൽ നേരം വെളുക്കുവോളം മലക്കുകൾ നിങ്ങളെ ശപിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. കാരണം ഒരു ആണയെ സംബന്ധിച്ച് പിന്നെ അവന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് സെക്സ് ആഗ്രഹിച്ചിട്ട് അത് ഡിനൈ ചെയ്യപ്പെടുക എന്നുള്ളത്. സെക്സ് ഡിനൈ ചെയ്യപ്പെടുക എന്നുള്ളത് അവനെ സംബന്ധിച്ച് ഇമോഷണലി ഭയങ്കര സ്ട്രെസ് വരുന്ന സംഗതിയാണ്. അപ്പോൾ ഇത് രണ്ടും ഫുൾഫിൽ ചെയ്യുന്ന രൂപത്തിലാണ് ഇസ്ലാം നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, രണ്ടുപേരോടുള്ള ഇന്റിമസി പിന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മള് പിന്നെ നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ നമ്മളെല്ലാവരും പിന്നെ എന്താ പറയാ, വിവാഹം കഴിഞ്ഞ് ആ ഒരു ഹണിമൂൺ സ്റ്റേജിലൂടെ പോയി പിന്നെ നമ്മൾ ഒരു മെക്കാനിക്കൽ ലൈഫിലേക്ക് എന്ത് ചെയ്യരുത്, ഒരിക്കലും പോകരുത്. ഒരു മെക്കാനിക്കൽ, ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു സംഗതിയിലേക്ക്, ആ ഡ്രൈ ആയിട്ടുള്ള വരണ്ട ഒരു ലൈഫിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ്. എന്താണോ ഹണിമൂൺ സ്റ്റേജിൽ നമ്മൾ മവദ്ദയുടെ സ്റ്റേജിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലവിന്റെ സമയത്ത് നമ്മൾ ചെയ്തിരുന്നത്, അതൊക്കെ വളരെ ബോധപൂർവം നമ്മൾ ഇപ്പൊ ചെയ്തു തുടങ്ങണം. ഇപ്പൊ ചെയ്ത് അപ്പൊ നമ്മളുടെ ഇന്റിമസി കൂടും. അപ്പോൾ നിങ്ങൾ ബോധപൂർവം, ഞാൻ പറയാണ്, ഒരു സജഷനായിട്ട് എടുത്താൽ മതി, ഒരു വർഷത്തിൽ ഒരു ഇയർലി ഒരു 2 days എങ്കിലും മക്കളുണ്ടെങ്കിൽ മക്കളൊന്നും കൂട്ടാതെ നമ്മൾ മാത്രം ഒരു ഷെഡ്യൂൾഡ് ഇന്റിമസി എന്നൊക്കെ പറയും. നമ്മൾ നമുക്ക് വേണ്ടി മാത്രമായി പുറത്ത് എവിടെയെങ്കിലും പോയി റിസോർട്ടിലോ അല്ലെങ്കിൽ വല്ല ഹോട്ടലിലോ ഒക്കെ റൂം എടുത്ത് നമ്മൾ മാത്രം ഒന്ന് കൂടുക. മക്കളൊക്കെ പറ്റുമെങ്കിൽ, ഇപ്പൊ കുറച്ചൊക്കെ വലിയ മക്കളാണെങ്കിൽ പറ്റുമെങ്കിൽ വേറെ തറവാട്ടിലോ വേറെ എവിടെയെങ്കിലും ആക്കിയിട്ട് നമ്മളും, അതായത് ഒരു വർഷത്തിൽ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അങ്ങനെ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാത്രമായിട്ട് എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. അതൊക്കെ നമ്മളെ ഇന്റിമസിയിൽ ഭയങ്കര മാറ്റം ഉണ്ടാക്കും. അപ്പോൾ പിന്നെ ആ നിലക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്തൊക്കെയാണോ ആ ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്ത് അതെല്ലാം ബോധപൂർവം പിന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് ഈ റഹ്മയുടെ സ്റ്റേജിലും കഴിയണം. അപ്പോഴാണ് ശരിക്കും റഹ്മ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആ റഹ്മ ലോങ് ടേമിലേക്ക് നിലനിൽക്കുള്ളൂ. അങ്ങനെ തന്നെ പോകാൻ നമുക്ക് കഴിയണം. നമുക്ക് എന്തെങ്കിലും പിന്നെ ഡിസ്കസ് ഡിസ്കസ് ചെയ്യാൻ, ഞാൻ അതിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ചില സംഗതികളാണ് പറഞ്ഞത്, ഡിസ്കസ് ചെയ്യാൻ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.